ഓൺലൈൻ ഗെയിമിംഗ് കളിച്ച് ഒരുപാട് പണം കളഞ്ഞവരും അവരുടെ കുടുംബങ്ങളും ഒരിക്കലെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഈശ്വര ഭഗവാനെ ഈ കമ്പനിക്കാരുടെ തലയിൽ എന്ന്. അത് അതുപോലെ തന്നെ സംഭവിച്ചു എന്ന് മാത്രമല്ല, അതുക്കും മേലെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഇപ്പോൾ നടന്നത് അതുക്കും മേലെ ആയത് എന്നുള്ളത് താഴെ പറഞ്ഞുതരാം. ഓൺലൈൻ ഗെയിമിംഗ് കമ്പനീസ് അവർ വാങ്ങിയ തുകയ്ക്ക് GST അടച്ചത് ശരിയല്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ത്യയിലുള്ള പ്രമുഖ ഓൺലൈൻ ഗെയിമിംഗ് കമ്പനീസിനോട് മൊത്തം 2.5 ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ GST ആയിട്ട് അടയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. തെറ്റിദ്ധരിക്കരുത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 28% ഗെയിമിംഗ് കമ്പനീസ് അടച്ചില്ല എന്നുള്ളതല്ല കേസ്. മറിച്ച് 100 രൂപയുടെ ഒരു കോൺടെസ്റ്റിൽ നിങ്ങൾ ചേരുന്നു എന്ന് വിചാരിക്കുക. അതിന്റെ കൂടെ 10 രൂപ അവരൊരു സർവീസ് ചാർജായി നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങും. ഓൺലൈൻ ഗെയിമിംഗ് കമ്പനീസ് ഈ 10 രൂപയുടെ 28%ആയിട്ടുള്ള 2 രൂപ 80 പൈസ മാത്രമേ GST ആയി ഗവൺമെന്റിലേക്ക് അടച്ചിട്ടുള്ളൂ. അത് മാത്രമേ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുമുള്ളൂ. പക്ഷെ ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്, വെറും 10 രൂപ നിങ്ങളുടെ വരുമാനത്തിൽ മാത്രം നിങ്ങൾ GST വാങ്ങിയാൽ പോരാ, മൊത്തം 110 രൂപയുടെയും, അതായത് നിങ്ങൾ കോൺടെസ്റ്റിനായി കളക്ട് ചെയ്യുന്ന 100 രൂപയുടെയും നിങ്ങളുടെ ഇൻകം ആയിട്ടുള്ള 10 രൂപയുടെയും മേലെ 110 രൂപയുടെ മേലെ 28% നിങ്ങൾ കളക്ട് ചെയ്ത് അടയ്ക്കണമായിരുന്നു എന്നാണ് സുപ്രീം കോടതി ശരിവെച്ചിരിക്കുന്നത്. സോ ഇത് കാരണം ഓൺലൈൻ ഗെയിമിംഗ് കമ്പനീസിന് ഇനി ആദ്യേ 100 രൂപയുടെ 28%ആയിട്ടുള്ള 28 രൂപ ഇനി അടയ്ക്കാനുണ്ടാവും എന്ന് സാരം. സോ എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കോൺടെസ്റ്റുകൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും എന്നൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കേസിന്റെ വ്യാപ്തി എന്നുള്ളത്. അതായത് എന്തുകൊണ്ടാണ് ഇത് അടിക്ക് മേലെ ഇരട്ടടിയായത് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഓൺലൈൻ ഗെയിമിങ്ങും ബെറ്റിങ്ങും ഒക്കെ ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റ് നിയമപ്രകാരം ഇതെല്ലാം നിർത്തിയിരിക്കുന്ന സമയത്ത്, ഓൾറെഡി ഇവരുടെ ബിസിനസ് എല്ലാം ക്ലോസ് ആയി യാതൊരു വരുമാനവും ഇല്ലാത്ത സമയത്താണ് ഈ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു വലിയ എമൗണ്ട് GST ബാധ്യത വരാൻ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് തുടക്കത്തിൽ അടിക്കും മേലെ എന്ന് പറയാനുള്ള കാരണം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റായി അറിയിക്കൂ. നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, പ്രത്യേകിച്ച് ഓൺലൈൻ ഗെയിമിംഗ് കളിച്ച് ധാരാളം കാശ് കളഞ്ഞ കൂട്ടുകാരന് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് സോ മച്ച്.